സൈനികരുടെ അന്തിമോപചാര ചടങ്ങുകൾ അവസാനിക്കുകയാണ്. സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള യാത്ര ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ, സംസ്കാര ശുശ്രൂഷകൾ അവസാനിക്കും. അതിനുശേഷം മൃതദേഹം കല്ലറയിലേക്ക് എടുക്കും. 56 വർഷം മുൻപാണ് വിമാനാപകടത്തിൽ സൈനികൻ തോമസ് ചെറിയാൻ വീരമൃത്യു വരിച്ചത്. ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളി സെമിത്തേരിയിലായിരിക്കും അദ്ദേഹത്തിന്റെ അവസാന സംസ്കാര ശുശ്രൂഷകൾ. സൈനിക ബഹുമതികൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെയാണ് തിരുവനന്തപുരത്ത് സൈന്യം മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇന്ന് രാവിലെ 10 മണിയോടെ ഇലന്തൂരിൽ മൃതദേഹം എത്തി. 1968 ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലുണ്ടായ വിമാനാപകടത്തിലാണ് തോമസ് ഉൾപ്പെടെയുള്ള സൈനികർ വീരമൃത്യു വരിച്ചത്. വലിയ ജനാവലിയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇലന്തൂരിൽ ഇന്ന് എത്തിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിലിനൊടുവിലാണ് തോമസ് ചെറിയാൻ്റേതടക്കമുള്ള സൈനികരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. പത്തനംതിട്ട ഇലന്തൂർ ഓടാലിൽ കുടുംബാംഗമായി തോമസ് ചെറിയാൻ ഇന്ത്യൻ സൈന്യത്തിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിരിക്കെയാണ് വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ചത്. അപകടം നടക്കുമ്പോൾ അദ്ദേഹത്തിന് 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 56 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ലിജോ റോളൻസും ജോസി ബാബുവും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? രേഷ്മ, തീർച്ചയായും നേരത്തെ തീരുമാനിച്ചത് പ്രകാരം തന്നെ 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളൊരു ക്രമം തന്നെയായിരുന്നു. അത് കൃത്യസമയം തന്നെ ഇപ്പോൾ പാലിക്കുകയാണ്. ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞതിന് ശേഷം ഈ ഭൗതികദേഹം കല്ലറയുടെ അടുത്തേക്ക് സൈന്യം തന്നെ കൊണ്ടുവരികയാണ്. കാരണം ഈ പള്ളിയിൽ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അത് സൈന്യം ഏറ്റെടുക്കുകയും കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് സൈന്യം തന്നെയാണ്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കല്ലറയിലേക്ക് മൃതദേഹം വെച്ച് തുടർന്നുള്ള കല്ലറയുടെ അവിടെ നടക്കേണ്ടുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ ചടങ്ങുകൾ പൂർത്തിയാവുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മെത്രാപ്പൊലീത്തയുടെ തന്നെയാണ് നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പള്ളിക്കുള്ളിലെ ആരാധനയിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം തന്നെ മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അക്കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നത്. കല്ലറയ്ക്ക് ചുറ്റുമുള്ള ആരാധനയ്ക്കും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മെത്രാപ്പൊലീത്ത തന്നെയാണ്. ഈ 100 കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിൽ, അതായത് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. തോമസ് ചെറിയാൻ 22 വയസ്സിൽ തന്നെ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും ഇത്രയും വർഷം കഴിയുമ്പോൾ നാട് എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ഈ പള്ളിയിലേക്കും ഒപ്പം തന്നെ വീട്ടിലേക്കും ഒഴുകിയെത്തിയ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 1968 ഉണ്ടായ അപകടത്തിലാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഹിമാചൽ വെച്ച് നടന്ന ഒരു അപകടത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടതെങ്കിൽ പോലും നേരത്തെ അതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തിരച്ചിലിൻ്റെ ഒടുക്കമായിരിക്കാം ഇദ്ദേഹം ഉൾപ്പെടെയുള്ള 100-ലധികം പേരുണ്ടായിരുന്ന ഒരു അപകടമായിരുന്നു. പോലും 9 പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെയും ലഭിച്ചിരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ തോമസ് ചെറിയാൻ്റെ ഈ സംസ്കാര സുരക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള സൈനിക ചടങ്ങ് Go!